നമ്മൾ ദാൽ ലേക്കിൽ വന്ന ഒരു ഹൗസ് ബോട്ടിൽ പോകാനുള്ള അത് തന്നെ സോറി അങ്ങനെ നമ്മൾ ദാൽ ലേക്കിൽ വന്നിട്ട് ഒരു ഷിക്കാര ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോൾ എത്ര പറഞ്ഞ പുള്ളി? 500. 3 പേർക്ക് 500. 3 പേർക്ക് 500 രൂപയെന്നാണ് പറഞ്ഞേക്കുന്നത്. പുള്ളി ഏതൊക്കെയോ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഇവിടെ സ്ഥലങ്ങൾ നമുക്ക് അറിയാത്തതുകൊണ്ട് അവിടെയൊക്കെ തന്നെ കൊണ്ടുപോയോ എന്നും നമുക്കറിയത്തില്ല. എന്തായാലും അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് കൊണ്ടുപോയത്, നമുക്കറിയാൻ യാതൊരു വഴിയില്ല. 500 രൂപയ്ക്ക് 3 പേർക്കൂടെ പോകാന്ന് പറഞ്ഞു. 3 പേർക്കൂടെ പോകാന്ന് പറഞ്ഞാൽ അതൊന്നും എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വെച്ച് നോക്കിയപ്പോൾ ചെറിയ റേറ്റ് കുറവായിട്ട് തോന്നി. അതെ പുള്ളിയുടെ, അതുകൊണ്ട് നമ്മൾ കയറി. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ അടുത്തൊക്കെ തന്നെ ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകൾ അങ്ങോട്ട് ഉണ്ട്, നമുക്ക് കിടന്നൊക്കെ പോവാം. എന്തായാലും പിന്നെ തെറ്റിച്ച് പറയണം, ഹൗസ് ബോട്ട് അല്ല ഷിക്കാര. അത് തന്നെ അത് നമ്മൾ ഈ ആലപ്പുഴയിലൊക്കെ ഹൗസ് ബോട്ടല്ലേ കണ്ടത്, നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോഴല്ലേ ഈ ഒരു സാധനം കാണുന്നത്. പിന്നെ ഇവിടെയും ഹൗസ് ബോട്ട് ഉണ്ട്, നമ്മൾ കാണിച്ചായിരുന്നല്ലോ. അതെ, അപ്പുറത്ത് കിടക്കുന്നത് സാധനം, നമ്മുടെ തക്കാളിപ്പട്ടിക്ക് ഒരു മണ്ട പിടിപ്പിച്ച ഒരു സാധനം അങ്ങനെ പറയാം അല്ലേ? അത്രേ ഉള്ളൂ. പ്രാവും കൂടൊക്കെ പണിത് വെച്ചേക്കുന്ന പോലെ ഒരു ടെൻ ഷീറ്റ് ഒക്കെ അടിച്ച് നമ്മുടെ അവിടുത്തെ ഹൗസ് ബോട്ട് കണ്ട് ശീലിച്ചിട്ട് നമുക്ക് ഇത് കണ്ടിട്ട് അതെ ഇഷ്ടപ്പെടുന്നില്ല. അതായത് നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഹൗസ് ബോട്ടിനകത്ത് ഒരു ATM ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കും SBIയുടെ. ഇങ്ങനെ കുറച്ച് തൂണുകളൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു ബിൽഡിംഗ് പോലെ സെറ്റ് ചെയ്ത് അതിനകത്താണ് ഈ ATM ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ആളുകൾ താമസിക്കാൻ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാത്തിനകത്തും ഒരു റൂമല്ല അതിനകത്ത് ഒന്നിലധികം റൂമുകളുണ്ട്. കാരണം നമ്മുടെ ആലപ്പുഴ ഹൗസ് ബോട്ടിലേക്ക് ഏകദേശം ഒരു നീളം തന്നെ ഉണ്ട്. അതെ ഒരു റൂമാണെന്നാണ് തോന്നുന്നത്. മൊത്തത്തിൽ എന്തായാലും 3000-ന് കിട്ടത്തില്ല, അതുറപ്പാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആലപ്പുഴയിലെ ഒരു സെറ്റപ്പ് പോലെ ഉണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുട്ടനാടിൻ്റെ ഒരു ഫീലില്ലേ? കുട്ടനാടിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലെ തന്നെ എല്ലാം വള്ളത്തേലുള്ള യാത്ര, വള്ളത്തേലെ ATM, വള്ളത്തേലുള്ള താമസം, ആ ഒരു സെറ്റപ്പ് പോലെ. അതെ നമ്മളങ്ങോട്ട് പോയിട്ടില്ല, ഒരു ദിവസം നമ്മളും പോകും തായ്ലൻഡിലൊക്കെ. ഇവർ നമ്മളെ ചതിച്ചു ഗൈസ്. നമ്മൾ ആ സിനിമയ്ക്കകത്ത് കുറേ പൂക്കളൊക്കെ വെച്ച് കുറേ ആൾക്കാരൊക്കെ ഇതിലേ വരുമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പൂക്കളും ഇല്ല, ആൾക്കാരും ഇല്ല. ഗോൾഡൻ ലേക്ക് എന്നാണ് പേര്, പക്ഷെ ഇപ്പം ഗോൾഡൊന്നും കാണുന്നില്ല, നല്ല വെയിലാണ്. ഗോൾഡൻ
രണ്ട് ഹൗസ് ബോട്ട് 2-3 ഹൗസ് ബോട്ട് ഒന്നിച്ചെടുത്തിട്ട് പോവാണ്. अब इतना में महंगा बताओ रख देना जाएंगे घूमने के लिए जाएंगे पर बहुत अच्छा അവിടുത്തെ കച്ചവടക്കാരാണ്. ബോട്ട് ചെറിയ ബോട്ടിലൊക്കെ കച്ചവടമായിട്ട് വന്നിക്കാണ്. ആപ്പിള്, പിന്നെ നമ്മുടെ പൈനാപ്പിൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് സെയിൽസിനായിട്ട് അവർ കൊണ്ടുവരുന്നത്. റേറ്റ് എങ്ങനെയാണെന്നറിയില്ല. फ्रूट सलाद मिक्स चाट ഫ്രൂട്ട് സലാഡിന് यस मिक्स ദീപുവിനൊരു ആഗ്രഹം എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീർത്തിയക്കരയിലെ വള്ളക്കാരൻ പാട്ട് പാടുന്നുണ്ട്, നമ്മുടെ വള്ളക്കാരനും പാട്ട് പാടണം. അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പാടാമെന്ന് പറഞ്ഞ് നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. अपनी कहानी मुझे दे दे जिंदगी हाँ सफर एक ऐसा सफर कोई समझा नहीं कोई जाना एक ऐसा सफर कोई समझा नहीं कोई जाना नहीं जिंदगी को बहुत प्यार हमने किया मौत से भी मोहब्बत निभाएंगे हम ये कैसे डगर है ये कैसा सफर कोई समझा नहीं कोई जान नहीं ചൂണ്ടയിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചിലിച്ചൂണ്ടയായിട്ടിരിക്കുകയാണ് ആൾക്കാർ. ശിവൻ്റെ അമ്പലമാണ് ആ മലയുടെ മുകളിൽ. ടവറിൽ തൊട്ട് സൈഡിലായിട്ട് ഇട സൈഡിലായിട്ട് ചെറിയൊരു പൊട്ട് പോലെ. ഇതിനകത്ത് എത്ര കാണാമെന്നറിയില്ല. നമ്മളെ പുള്ളി വാട്ടർലില്ലിയുടെ ഇല കാണിച്ചു തരിക. ആ നമ്മൾ കാണാത്ത സാധനം എഴുതിയിട്ടാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവന്മാർ ആൾക്കാരെ പറ്റിക്കുന്നത്. കാണാത്ത ആൾക്കാരൊക്കെ വന്ന് നോക്കുമ്പോൾ ഈ അതിൻ്റെ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. നമ്മുടെ ഇവിടെ മറ്റേ ട്രാക്ടറിനടിച്ച് കലക്കി നെൽകൃഷി ഇറക്കുന്ന സാധനമാണ്. വാട്ടർ ആംബുലൻസ് ആണ് ഈ വരുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ടൊക്കെ കരക്കോട്ട് എത്തിക്കാനായിട്ട് ഒരു വാട്ടർ ആംബുലൻസ് ആണ്. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ ഭാഷയിലാണ്.
അപ്പം നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് തന്നിട്ട് വന്നു. ഇതാണ് റഫീഖ് ഭായ്, ഇതായിരുന്നു നമ്മുടെ ബോട്ടിൻ്റെ അമരക്കാരൻ. അങ്ങനെ നമ്മളിവിടെ എത്തി. അപ്പം നമ്മൾ പറഞ്ഞപ്പോൾ പാട്ടൊക്കെ പാടി നമ്മളെ ആസ്വദിപ്പിച്ചു. നമ്മൾ ഇച്ചിരി ഫാസ്റ്റായിട്ട് വിടാൻ പറഞ്ഞു. കാഴ്ചകളൊക്കെ ഏറെക്കുറെ ഒരുപോലെ ആയപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള സമയമായി. ഇപ്പോൾ അതൊക്കെ പുള്ളിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗത്ത് ഇന്ത്യൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഏതായാലും കണ്ടതിലും ഇതിലെല്ലാം ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളപ്പോൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ ദാൽ ലേക്കിലേക്ക് ഓട്ടം വിളിക്കുമ്പോൾ ടാക്സിക്കാരാണേലും ഓട്ടോക്കാരാണേലും ഒക്കെ നമ്മളോട് ഗേറ്റ് നമ്പർ ചോദിക്കുന്നു. ഗേറ്റ് നമ്പർ 1 ആണോ 2 ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ 2 എന്നോ 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റേറ്റ് കൂടുതൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഗേറ്റ് 1. ഇവിടുന്ന് കാണാവുന്ന ദൂരം ഏകദേശം ഒരു 50 മീറ്ററിനപ്പുറത്ത് ഇതേപോലെ ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു സ്ഥലമുണ്ട്. അതാണ് ഗേറ്റ് നമ്പർ 2. ഗേറ്റ് നമ്പർ 1 പറയാം വരുമ്പോഴത്തേക്ക്. 1ഉം 2ഉം അല്ല, അപ്പുറത്തും ഇപ്പുറത്തൊക്കെയാണ്. വലിയ കാര്യമൊന്നുമില്ല. 1ൽ ഇറങ്ങിയാൽ അങ്ങോട്ട് നമ്മൾ നടക്കാനുള്ളതോ അല്ല അങ്ങോട്ട് പോകാനുള്ളതാണ്. 2ൽ ഇറങ്ങിയാൽ എല്ലാം ഒന്നും തന്നെ. 1 അങ്ങ് പറഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല അതിനകത്ത്. അവർ ചോദിക്കുന്നതോടൊപ്പം നമ്മളോട് എന്തോ വലിയ സംഭവമാണ്, 1 ആണ്, പിന്നെ 1 കിലോമീറ്റർ അല്ല വേറെ ഏതാണ്ട് കാഴ്ച 2-ലുണ്ടെന്ന് ഒന്നുമില്ല. എല്ലാം ഒറ്റ കാഴ്ചയാണ്. ഈ റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. അവിടെ നിന്നുള്ള ആ ഒരു ലൈറ്റൊക്കെ, ഈ പഴയ ബിൽഡിങ്ങുകളാണ് ഇവിടെ മുഴുവൻ. അപ്പോൾ ആ ബിൽഡിങ്ങുകളിലേക്കുള്ള ലൈറ്റൊക്കെ വീണ് കഴിയുമ്പോഴത്തെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ ബസ്സാണ്. ഇത്ര വണ്ടികളിലാണ് ഇവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. നമ്മുടെ നാട്ടിലോട്ട് ബസ്സൊന്നുമില്ല. ഇതും ദാൽ ലേക്കിൻ്റെ ഒരു ഭാഗമാണ്.